ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു അബീസ് പി എസ് സി വേൾഡ്. അബീസ് പി എസ് സി വേൾഡിൻ്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കുന്നത് ബംഗാളിലെ ആദ്യ ഗവർണർ ജനറലിനെ കുറിച്ചാണ്. ആരാണ് ബംഗാളിലെ ആദ്യ ഗവർണർ ജനറൽ? വാറൻ ഹേസ്റ്റിങ്സ് ആണ് ബംഗാളിലെ ആദ്യ ഗവർണർ ജനറൽ. ഓക്കെ, വാറൻ ഹേസ്റ്റിങ്സിനെ കുറിച്ച് നമുക്ക് നോക്കാം. കാലഘട്ടം എന്ന് പറയുന്നത് 1772 തൊട്ട് 1785 വരെയാണ്. 1772 1785. അതുമേ തന്നെ പറഞ്ഞു കഴിഞ്ഞു, ബംഗാളിലെ ആദ്യ ഗവർണർ ജനറലാണ്. ഏത് ആക്ട് പ്രകാരമാണ് അദ്ദേഹം ബംഗാളിലെ ആദ്യ ഗവർണർ ജനറൽ ആയത്? റെഗുലേറ്റിംഗ് ആക്റ്റാണ്. റെഗുലേറ്റിംഗ് ആക്ട് പ്രധാനപ്പെട്ട ഒരു പ്രത്യേകതയാണ്. ഏറ്റവും കൂടുതൽ കാലം ബംഗാളിലെ ഗവർണർ ജനറൽ ആയിരുന്ന വ്യക്തിയാണ് ഇദ്ദേഹം. ഏറ്റവും കൂടുതൽ കാലം ബംഗാളിലെ ഗവർണർ ജനറൽ ആയിരുന്നു. ആരാണ്? വാറൻ ഹേസ്റ്റിങ്സ്. ബംഗാളിലെ ആദ്യ ഗവർണർ ജനറലാണ്. ഏറ്റവും കൂടുതൽ കാലം ബംഗാളിലെ ഗവർണർ ജനറൽ ആയിരുന്ന വ്യക്തിയാണ് വാറൻ ഹേസ്റ്റിങ്സ്. ക്വിൻകിനൈൽ ഭൂനികുതി വ്യവസ്ഥ നടപ്പിലാക്കിയത് അദ്ദേഹമാണ്. ക്വിൻകിനൈൽ എന്ന് പറയുന്നത് ഒരു ഭൂനികുതി വ്യവസ്ഥയാണ്. ഇത് നടപ്പിലാക്കിയത് വാറൻ ഹേസ്റ്റിങ്സ് ആണ്. വാറൻ ഹേസ്റ്റിങ്സ്. ക്വിൻകിനൈൽ. റിംഗ് ഫെൻസ് നയത്തിൻ്റെ ശില്പി. അടുത്ത് അദ്ദേഹം കൊണ്ടുവന്നൊരു നയമാണ് റിംഗ് ഫെൻസ് എന്ന് പറയുന്നത്. ആ നയത്തിൻ്റെ ശില്പിയാണ് വാറൻ ഹേസ്റ്റിങ്സ്. ബംഗാളിലെ ദ്വിഭരണം അവസാനിപ്പിച്ച ഗവർണർ ജനറലാണ് വാറൻ ഹേസ്റ്റിങ്സ്. ബംഗാളിലെ ദ്വിഭരണം അവസാനിപ്പിച്ച ഗവർണർ ജനറലാണ് വാറൻ ഹേസ്റ്റിങ്സ്. അവസാനിപ്പിച്ച വർഷം 1772. ഇപ്പോൾ ബംഗാളിലെ ദ്വിഭരണം ആരാണ് അവസാനിപ്പിച്ചത്? വാറൻ ഹേസ്റ്റിങ്സ് ആണ് ബംഗാളിലെ ദ്വിഭരണം അവസാനിപ്പിച്ചത്. എങ്കിൽ ബംഗാളിലെ ദ്വിഭരണം ഏർപ്പെടുത്തിയത് ആരാണ്? അത് റോബർട്ട് ക്ലൈവ് ആണ്. ബംഗാളിലെ ദ്വിഭരണം ഏർപ്പെടുത്തിയത് ആരാണ്? റോബർട്ട് ക്ലൈവ്. അതെന്നായിരുന്നു? 1765. ബംഗാളിലെ ദ്വിഭരണം അവസാനിപ്പിച്ചതാരാണ്? വാറൻ ഹേസ്റ്റിങ്സ് ആണ്. റവന്യൂ ബോർഡ് രൂപീകരിച്ച സമയത്തെ ഗവർണർ ജനറലാണ് നമ്മുടെ വാറൻ ഹേസ്റ്റിങ്സ്. റവന്യൂ ബോർഡ് രൂപീകരിച്ച സമയത്തെ ഗവർണർ ജനറലാണ് ആരാണ്? വാറൻ ഹേസ്റ്റിങ്സ്. രണ്ടാം മൈസൂർ യുദ്ധത്തിലും ഒന്നാം മറാത്ത യുദ്ധത്തിലും റോഹില്ല യുദ്ധം, ആ സമയത്തൊക്കെ ഗവർണർ ജനറൽ ആയിരുന്നത് വാറൻ ഹേസ്റ്റിങ്സ് ആണ്. രണ്ടാം മൈസൂർ യുദ്ധം, ഒന്നാം മറാത്ത യുദ്ധം, റോഹില്ല യുദ്ധം, ഈ 3 യുദ്ധങ്ങൾ ഓർത്തു വച്ചേക്കുക. ബ്രിട്ടീഷ് പാർലമെൻറ്റിൽ ഇംപീച്ച്മെൻറ്റിന് വിധേയനാക്കപ്പെട്ട ബംഗാളിലെ ആദ്യ ഗവർണർ ജനറൽ. ബ്രിട്ടീഷ് പാർലമെൻറ്റിൽ ഇംപീച്ച്മെൻറ്റിന് വിധേയനാക്കപ്പെട്ട ബംഗാളിലെ ആദ്യ ഗവർണർ ജനറലാണ് വാറൻ ഹേസ്റ്റിങ്സ്. ഇംപീച്ച്മെൻറ്റ് പ്രമേയം പാർലമെൻറ്റിൽ അവതരിപ്പിച്ചതാരാണ്? എഡ്മണ്ട് ബർക്കാണ് ഇംപീച്ച്മെൻറ്റ് പ്രമേയം അവതരിപ്പിച്ചത്. ഇപ്പോൾ എന്തൊക്കെയാണ്? റവന്യൂ ബോർഡ് രൂപീകരിച്ച സമയത്തെ ഗവർണർ ജനറലാണെന്ന് പറഞ്ഞു. പിന്നീട് രണ്ടാം മൈസൂർ യുദ്ധം, ഒന്നാം മറാത്ത യുദ്ധം, റോഹില്ല യുദ്ധം, ഈ സമയത്ത് ഗവർണർ ജനറൽ ആയിരുന്നു. കൂടാതെ തന്നെ ബ്രിട്ടീഷ് പാർലമെൻറ്റിൽ ഇംപീച്ച്മെൻറ്റിന് വിധേയനാക്കപ്പെട്ട ബംഗാളിലെ ആദ്യ ഗവർണർ ജനറലും ഇദ്ദേഹം തന്നെയാണ്. ഇംപീച്ച്മെൻറ്റ് പ്രമേയം പാർലമെൻറ്റിൽ അവതരിപ്പിച്ചത് ആരാണെന്നാണ് പറഞ്ഞത്? എഡ്മണ്ട് ബർക്കാണ്. അങ്ങനെ ബ്രിട്ടീഷ് പാർലമെൻറ്റിൽ ഇംപീച്ച്മെൻറ്റിന് വിധേയനാക്കപ്പെട്ട ബംഗാളിലെ ആദ്യ ഗവർണർ ജനറലാണ് വാറൻ ഹേസ്റ്റിങ്സ് എന്ന് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. അതിനുശേഷം റെഗുലേറ്റിംഗ് ആക്ട് പാസ്സാക്കിയപ്പോൾ ഇദ്ദേഹമായിരുന്നു ഗവർണർ ജനറൽ. റെഗുലേറ്റിംഗ് ആക്ട് ഓർക്കുക. അടുത്തത് കൊൽക്കത്തയിൽ ആദ്യമായി സുപ്രീം കോടതി നിലവിൽ വരുമ്പോൾ ഇദ്ദേഹമായിരുന്നു ഗവർണർ ജനറൽ. കൊൽക്കത്തയിലാണ് ആദ്യ സുപ്രീം കോടതി നിലവിൽ വന്നത്. ആ സമയത്ത് ഗവർണർ ജനറലായിരുന്നു വാറൻ ഹേസ്റ്റിങ്സ്. എങ്കിൽ ആ സുപ്രീം കോടതിയിലെ ആദ്യത്തെ ചീഫ് ജസ്റ്റിസ് ആരായിരുന്നു? എലീജ ഇംപെ ആണ്. എലീജ ഇംപെ. കളക്ടർമാരെയും മറ്റ് റവന്യൂ ഉദ്യോഗസ്ഥരെയും നിയമിച്ച ഗവർണർ ജനറലാണ് വാറൻ ഹേസ്റ്റിങ്സ്. കളക്ടർമാരെയും മറ്റ് റവന്യൂ ഉദ്യോഗസ്ഥരെയും ആദ്യമായി നിയമിച്ച ഗവർണർ ജനറലാണ് ആര്? വാറൻ ഹേസ്റ്റിങ്സ്. 1784 ഏഷ്യാറ്റിക് സൊസൈറ്റി ഓഫ് ബംഗാൾ സ്ഥാപിക്കുന്നത് സർ വില്യം ജോൺ. ഈ സമയത്തെ ഗവർണർ ജനറലാണ് വാറൻ ഹേസ്റ്റിങ്സ്. 1784 ഏഷ്യാറ്റിക് സൊസൈറ്റി ഓഫ് ബംഗാൾ അത് സ്ഥാപിച്ചത് വില്യം ജോൺ ആണ്. ഈ സമയത്തെ ഗവർണർ ജനറൽ വാറൻ ഹേസ്റ്റിങ്സ്. അടുത്തത് 1784 ആണ് പിറ്റ്സ് ഇന്ത്യ നിയമം. പിറ്റ്സ് ഇന്ത്യ നിയമം 1784 അത് പാസ്സാക്കുന്ന സമയത്ത് ബംഗാളിലെ ഗവർണർ ജനറലും കൂടി ആയിരുന്നു വാറൻ ഹേസ്റ്റിങ്സ്. ചാൾസ് വിക്കിൻസിൻ്റെ ഭഗവത്ഗീത, അതിന് ആമുഖം എഴുതിയത് വാറൻ ഹേസ്റ്റിങ്സ് ആണ്. ചാൾസ് വിക്കിൻസ് ഭഗവത്ഗീത എന്താണ് ചെയ്തത്? വിവർത്തനം ചെയ്യുകയാണ് ചെയ്തത് ചാൾസ് വിക്കിൻസ്. ആ വിവർത്തനത്തിന് ആമുഖം എഴുതിയത് വാറൻ ഹേസ്റ്റിങ്സ് ആണ്. ഓക്കെ,
അടുത്തത് ഇദ്ദേഹവുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട ചില ഉടമ്പടികൾ ഓർത്തു വെച്ചേക്കുക. സാൽബായ് ഉടമ്പടി, ബനാറസ് ഉടമ്പടി, മംഗലാപുരം ഉടമ്പടി, സൂററ്റ് ഉടമ്പടി, ഫൈസാബാദ് ഉടമ്പടി, പുരന്ദർ ഉടമ്പടി. ഇത്രയും ഇദ്ദേഹവുമായി ബന്ധപ്പെട്ട ഉടമ്പടികളാണ്. ബംഗാളിലെ ഗവർണർ ആയതിനു ശേഷം ബംഗാളിലെ ആദ്യ ഗവർണർ ജനറൽ ആയ വ്യക്തിയാണ് ഇദ്ദേഹം. ബംഗാളിലെ ആദ്യം ഇദ്ദേഹം ഗവർണർ ആയിരുന്നു. അതിനുശേഷം ബംഗാളിലെ ആദ്യ ഗവർണർ ജനറൽ ആകുന്ന വ്യക്തിയാണ് വാറൻ ഹേസ്റ്റിങ്സ്. വാറൻ ഹേസ്റ്റിങ്സിനെ കുറിച്ച് നമ്മൾ പഠിച്ച കാര്യങ്ങൾ ഒന്നുകൂടെ നോക്കാം. ബംഗാളിലെ ആദ്യ ഗവർണർ ജനറൽ ആയിരുന്നു അദ്ദേഹം. ഏറ്റവും കൂടുതൽ കാലം ബംഗാളിലെ ഗവർണർ ജനറൽ ആയിരുന്നു. ക്വിൻക്വിനൈൽ ഭൂനികുതിയും റിംഗ് ഫെൻസ് നയത്തിൻ്റെയും ശില്പിയാണ്. ബംഗാളിലെ ധിഫരണം അവസാനിപ്പിച്ചു 1772. അപ്പോൾ ബംഗാളിലെ ധിഫരണം കൊണ്ടുവന്നത് ആരായിരുന്നു? നമ്മുടെ റോബർട്ട് ക്ലൈവ് ആയിരുന്നു. അവസാനിപ്പിച്ചതാണ് വാറൻ ഹേസ്റ്റിങ്സ്. റവന്യൂ ബോർഡ് രൂപീകരിച്ച സമയത്ത് ഗവർണർ ജനറൽ ആയിരുന്നു. രണ്ടാം മൈസൂർ യുദ്ധം, ഒന്നാം മറാത്ത യുദ്ധം, റോഹില്ല യുദ്ധം, ഈ സമയത്തൊക്കെ അദ്ദേഹമായിരുന്നു ഗവർണർ ജനറൽ. കൂടാതെ ബ്രിട്ടീഷ് പാർലമെൻറ്റിൽ ഇംപീച്ച്മെൻറ്റിന് വിധേയനാക്കപ്പെട്ട ബംഗാളിലെ ആദ്യ ഗവർണർ ജനറൽ ആയിരുന്നു. ഇത് അവതരിപ്പിച്ചത് എഡ്മണ്ട് ബർക്കാണ്. റെഗുലേറ്റിംഗ് ആക്ട് പാസ്സാക്കിയ സമയത്ത് ഗവർണർ ജനറലാണ്. പിന്നീട് പറഞ്ഞത് കൊൽക്കത്തയിലാണ് ആദ്യമായിട്ട് സുപ്രീം കോടതി സ്ഥാപിക്കുന്നത്. ആ സമയത്തെ ഗവർണർ ജനറലാണ്. സുപ്രീം കോടതിയിലെ ആദ്യത്തെ ചീഫ് ജസ്റ്റിസ് നമ്മൾ പഠിച്ചു എലീജ എംബെ ആയിരുന്നു. പിന്നീട് അദ്ദേഹം കളക്ടർമാരെയും മറ്റ് റവന്യൂ ഉദ്യോഗസ്ഥരെയും നിയമിച്ചു. ഏഷ്യാറ്റിക് സൊസൈറ്റി ഓഫ് ബംഗാൾ സ്ഥാപിക്കുന്ന സമയത്തെ ഗവർണർ ജനറലാണ്. പിറ്റ്സ് ഇന്ത്യ നിയമം പാസ്സാക്കുമ്പോഴും ഇദ്ദേഹമായിരുന്നു ഗവർണർ ജനറൽ. ഇദ്ദേഹവുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട ഉടമ്പടികൾ നമ്മൾ നോക്കിയിരുന്നു. പിന്നീട് നമ്മൾ അവസാനമായിട്ട് പഠിച്ചത് ബംഗാളിലെ ഗവർണർ ആയതിനു ശേഷം ബംഗാളിലെ ഗവർണർ ജനറൽ ആകുന്ന ആദ്യ വ്യക്തിയാണ് വാറൻ ഹേസ്റ്റിങ്സ്. നമ്മൾ ഇന്നത്തെ ക്ലാസ്സിലൂടെ വാറൻ ഹേസ്റ്റിങ്സിനെ കുറിച്ചാണ് പഠിച്ചത്. PSCയുടെ ഏത് മത്സര പരീക്ഷയിലായാലും ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യങ്ങളാണ് നമ്മൾ നോക്കിയത്. എല്ലാവരും നന്നായിട്ട് പഠിക്കുക. HSC സോഷ്യൽ സയൻസ് എക്സാം എഴുതുന്നവർ നന്നായിട്ട് ഫോക്കസ് ചെയ്ത് തന്നെ പഠിക്കുക. നമുക്ക് മറ്റൊരു പുതിയ വീഡിയോയിലൂടെ വീണ്ടും കാണാം.